ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലുസ് സുഫഹാഉ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون. كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. فاذكروني أذكركم واشكروا لي ولا تكفرون. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. 146 വചനം തന്നെ തുടങ്ങാം. الذين آتيناهم الكتاب. ഓതി നോക്കൂ. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അബ്നാഅഹും എന്ന 4 അല്ലെങ്കിൽ 5 അനക്കം ദൈർഘ്യം കൊടുക്കണം. കാരണം നാന്ന് കഴിഞ്ഞിട്ട് അതേ വാക്കിൽ ഹംസ വന്നു. നമ്മൾ അതിനൊരു പേര് പറഞ്ഞിരുന്നു. അബ്നാഅ, സമാഅ, മാഅൻ, യതസാഅലൂന. ഇതൊക്കെയും മദ് മുത്തസിൽ എന്നാണ് അറിയുക. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നത് എന്നാണ്. ആരാ ചേർന്ന് നിൽക്കുന്നത്? ഹംസ. ആരോടാ ചേർന്ന് നിൽക്കുന്നത്? അലിഫ് എന്ന ദീർഘത്തോട്. അതിന് യാ എന്ന ദീർഘത്തോടായാലും വാവ് എന്ന ദീർഘത്തോടായാലും. സൂഅ, സീഅ, വജാഅ റബ്ബുക, വജീഅ യൗമഇദിൻ, സൂഉ. ഇതൊക്കെ മദ് മുത്തസിൽ വാജിബ് എന്നാണ് പറയുക. വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം. ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് നോക്കി വായിച്ചു നോക്കൂ.
ശരി. അബ്നാഅഹും എന്ന് വായിക്കണം. ഒന്നും കൂടെ അവിടം വരെ ഓതട്ടെ, ഒന്നിച്ച് അവിടം വരെ, എന്നിട്ട് നിങ്ങൾ ഏറ്റ് ഓതണേ. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم മണിക്കണം. വ ഇന്ന എന്നുള്ള നൂന് മണിക്കണം, ഫരീഖമ്മി എന്ന മീമും മണിക്കണം കേട്ടോ. ലയക്തുമൂനൽ ഹഖ്ഖ, ലയക്തുമൂനൽ ഹഖ്ഖ. وَإِنَّ فَرِيقًا مِّنْهُمْ لَيَكْتُمُونَ الْحَقَّ وَهُمْ يَعْلَمُونَ. وَإِنَّ فَرِيقًا منهم ليكتمون الحق وهم يعلمون. الحق من ربك فلا تكونن من الممترين. അടുത്ത ആയത്തിൽ വലികുല്ലി വിജ്ഹതുൻ ഹുവ മുവല്ലിഹാ, അവിടെ നമുക്ക് നിർത്താം. ഫസ്തബിഖുൽ ഖൈറാത്ത്, അവിടെ നിർത്താം. നിർത്തുമ്പോൾ നീട്ടിപ്പോകാം, ഭംഗിയാക്കാൻ പറ്റും. ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ. ഇന്ന മണിക്കണം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അടുത്ത ആയത്തിൽ വരുമ്പോൾ വമിൻ ഹൈസു ഖറജ്ത എന്ന് വായിക്കാതെ ഖറജ്ത, ഖറജ് ജ് ജ് ജീമ് കേൾക്കണം. വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക, വജ്ഹക വജ്ഹക പറ വജ്ഹക. വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഇന്നഹു ലൽ ഹഖ്ഖു മിർ റബ്ബിക وما الله بغافل عما تعملون. ബാക്കി അതേപോലെ നിങ്ങൾ തുടർന്ന് പാരായണം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറഞ്ഞ നിയമമാണ് മദ് മുത്തസിൽ, അതേപോലെ നൂനും മീമും മണിക്കണം, ഗുന്ന നൽകണം. മദ് മുത്തസിൽ വാജിബ് അർബ ഔ ഖംസ ഹറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയിലെ 150 മുതൽ ഉള്ള 4 വചനങ്ങളാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ഇതിനു മുമ്പുള്ള 3-4 ആയത്തുകളിലായി കിബില മാറ്റത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുമായി സംസാരിച്ചത്. ആ ഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത് വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നീ ഏത് ഭാഗത്തേക്ക് പുറപ്പെട്ടാലും ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഈ മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്കാണ് നിന്റെ മുഖത്തെ നീ തിരിക്കേണ്ടത്. വഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും ഫവല്ലു വുജൂഹക്കും ശത്റ, നിങ്ങൾ ആ കഅബയുടെ നേർക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക. അഥവാ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആരാധനാ കർമ്മം നിർവഹിക്കുന്നവരാണെങ്കിലും
ഇനി മക്കയിൽ തന്നെ വിവിധ ഭാഗങ്ങളിലായി നിങ്ങൾ ആരാധനാകർമ്മം നിർവഹിക്കുകയാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ ഈ വിശുദ്ധ ഗേഹത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം ആ ആരാധനകൾ നിർവഹിക്കേണ്ടത്. ലഅല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജ. എന്തിനു വേണ്ടിയാണ്? ലഅല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജ. ജനങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ഒരു തെളിവും ഇല്ലാതിരിക്കാൻ, എന്തെങ്കിലും ഒരു വാദം നിങ്ങൾക്കെതിരെ ഉന്നയിക്കാതിരിക്കാൻ. ഇത് പറയാനുള്ള കാരണം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ജീവിതത്തിലെ ആദ്യഘട്ടത്തിൽ മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നല്ലോ നമസ്കാരത്തിന് തിരിഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പരിഹസിച്ചിരുന്നു മുസ്ലിങ്ങളെ. ഈ മുഹമ്മദ് ഇതുവരെ ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ മാർഗത്തിലാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. പക്ഷെ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ വിശുദ്ധ കഅബ ഉണ്ടായിട്ട് എന്തിനാണ് അവന് ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് ജൂതന്മാര് തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് അവർ പറഞ്ഞിരുന്നു. അതുപോലെ ജൂതന്മാര് നേരെ തിരിച്ചും പറഞ്ഞിരുന്നു, എന്തിനാണ് ഇവന് ഇബ്രാഹിം നബിന്റെ മാർഗത്തിലാണെന്നല്ല പറയുന്നത്, പിന്നെ എന്തിനാണ് ഞങ്ങളെ ഈ കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് ജൂതന്മാരും പറഞ്ഞു. അപ്പൊ ആർക്കും ഇനി ഒരു ഹുജ്ജത്തും ഒരു ന്യായവും ഇനി ഉന്നയിക്കാനില്ല. ഇല്ലല്ലദീന വലമു മിൻഹും, അവരിൽ നിന്ന് അക്രമികളായ ചില ആളുകൾ വെച്ച് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് തൊഴിലായി സ്വീകരിച്ച ആൾക്കാരുണ്ട്. അവരോട് എത്ര തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അവർക്കെപ്പോഴും ഇസ്ലാമിനെ പരിഹസിക്കണം, പുച്ഛിക്കണം. അത് അവരുടെ തൊഴിലാണ്. അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് ഇവിടെ അള്ളാഹു പറഞ്ഞില്ലല്ലദീന വലമു, അക്രമികളായ ആളുകൾ വെച്ച് ഇസ്ലാമിന് നേരെ എപ്പോഴും ആക്രമണം നടത്തുക. ഇതാണ് അവരുടെ ഒരു ശൈലി. അവരങ്ങൾ അവഗണിക്കുക. ഫലാ തഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല. വഖ്ശൗനി, നിങ്ങൾ എന്നെയാണ് ഭയപ്പെടേണ്ടത്. വലി ഉത്തിമ്മ നിഅമതി അലൈക്കും, നിങ്ങൾക്ക് മേൽ അവൻ എൻ്റെ അനുഗ്രഹം പൂർത്തീകരിക്കുവാൻ, വലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാനുമാണ് ഇങ്ങനെ ഇത് നിയമമായി നിശ്ചയിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ ഹിദായത്തിലൂടെ മുന്നോട്ട് പോകുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ പരീക്ഷിക്കാൻ. അതോടൊപ്പം അള്ളാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് ഈ കഅബയെ കിബിലയായി നിശ്ചയിച്ചു തന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. തുടർന്നു കൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും, വിശുദ്ധ കഅബ നിങ്ങൾക്ക് കിബിലയായി നിശ്ചയിച്ചു എന്നത് നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം പോലെ തന്നെ. കമാ അർസൽനാ ഫീകും റസൂല, ഏത് പ്രകാരം നിങ്ങളിൽ നിന്ന് റസൂലൻ മിൻകും, നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ അയക്കുക പോലെ അതും അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. എന്നിട്ട് ആ പ്രവാചകൻ എന്താണ് നിർവഹിക്കുന്നത് എന്നുകൂടി അള്ളാഹു പറയുന്നു. യത്ലു അലൈക്കും ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആ പ്രവാചകൻ നിങ്ങൾക്ക് ഓതിത്തരുന്നു. വയുസക്കീക്കും, അത് മുഖേന നിങ്ങളെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും തത്വജ്ഞാനവും നിങ്ങളെ പഠിപ്പിക്കുന്നു. ഹിക്മത്ത് എന്നതിന് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അഥവാ കിതാബിലുള്ള വചനങ്ങൾ, അഥവാ വിശുദ്ധ ഖുർആനിലുള്ള വചനങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനം എന്താണ്, അതിൻ്റെ വിശദീകരണം എന്താണ് എന്നത് ആദ്യമായി നമുക്ക് പറഞ്ഞു തരേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മൗനാനുവാദത്തിലൂടെയും നമുക്ക് നൽകിയ സന്ദേശത്തിനാണ് ഹിക്മത്ത് അഥവാ സുന്നത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ കിതാബിലൂടെയും സുന്നത്തിലൂടെയും മനുഷ്യരെ സംസ്കരിച്ചെടുക്കുക എന്ന വലിയൊരു ദൗത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കിടയിൽ നിർവഹിക്കുന്നത്. അങ്ങനെ ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്നത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. വയുഅല്ലിമുക്കും മാ ലം തകൂനൂ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്കറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹുവിൻ്റെ വഹ്യപ്രകാരം
ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ കൂടി ഫലമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയിലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന, അവരെ സംസ്കരിക്കുന്ന, അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന ഒരു പ്രവാചകനെ അവരിലേക്ക് നീ നിയോഗിക്കണമേ എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാം. അന ദഅവത്തു അബി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ ഇബ്രാഹിം നബി, എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. അള്ളാഹുവിനെ നമ്മൾ എത്രമാത്രം സ്മരിക്കുന്നുവോ, ജീവിതത്തിൽ എത്രമാത്രം അള്ളാഹുവിനെ ഓർക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹു നമ്മളെയും ഓർക്കും. വഷ്കുറൂലി, എനിക്ക് എന്നോട് നിങ്ങൾ ശുക്ർ ചെയ്യുക, നന്ദി കാണിക്കുക. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. ലാ തക്ഫുറൂ, നിങ്ങൾ ഒരിക്കലും നന്ദി കേട് കാണിക്കരുത്. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി, എൻ്റെ അടിമ എന്നിലേക്കൊരു ചാണെടുത്താൽ അവനിലേക്ക് ഞാൻ ഒരു മുഴം അടുക്കും. അവൻ എന്നിലേക്കൊരു മുഴം എടുത്താൽ ഞാൻ അവനിലേക്കൊരു മാറ് അടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു 3 മീറ്ററോളം നീളത്തിനുള്ള അളവ്, 3 ഫീറ്റ് അടിയോളം നീളത്തിലുള്ള അളവിനാണ് മാറ് എന്ന് പറയുന്നത്. അതുപോലെ അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ നമ്മൾ എങ്ങനെ ഓർക്കുന്നുവോ അതിൻ്റെ മടങ്ങായി അള്ളാഹു നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും. തുടർന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവനൊരു സംഘത്തിൽ വെച്ച് എന്നെ ഓർത്താൽ ഞാൻ അവനെ സംബന്ധിച്ച് എൻ്റെ മലായിക്കത്തുകളുടെ സംഘത്തിൽ വെച്ച് അവനെ ഓർത്തുകൊണ്ടിരിക്കും, സ്മരിക്കും എന്ന്. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ എത്രമാത്രം ഓർക്കുന്നുവോ അതിനേക്കാൾ ഉപരിയായി അള്ളാഹു നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും. അള്ളാഹുവിനെ ഓർക്കുവാനുള്ള ഒരുപാട് ദിക്റുകളും ദുആകളും അതുപോലെ തന്നെ ഇബാദത്തുകളും ഒക്കെ തന്നെ അള്ളാഹുവിനെ ഓർക്കുവാനുള്ള വഴികളാണ്. അതൊക്കെ തന്നെ അള്ളാഹു അങ്ങനെ അള്ളാഹുവിനെ എത്ര കണ്ട് നമ്മൾ സ്മരിക്കുന്നുവോ അതനുസരിച്ച് അതിനേക്കാൾ ഉപരിയായി ഇരട്ടിയായി അള്ളാഹു നമ്മളെ ഓർത്തുകൊണ്ടിരിക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, വിശ്വാസികളെ നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടുക. സബർ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സബറുണ്ടോ അതനുസരിച്ച് നമ്മൾ അള്ളാഹുവിനോട് സഹായം, അതിനനുസരിച്ചാണ് അള്ളാഹു നമ്മുടെ ദുആക്ക് മറുപടി നൽകുന്നത് എന്നതാണ് നമുക്ക് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ നമസ്കാരം, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു തീർച്ചയായും ക്ഷമാലുക്കളുടെ കൂടെയാണ്. ഇവിടെ ക്ഷമയും നമസ്കാരവും ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിന് എന്തുമാത്രം നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. അവന് ഒരു സന്തോഷം ഉണ്ടായാൽ അതിന് അവൻ നന്ദി കാണിക്കും. അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടായാൽ, എന്തെങ്കിലും ഹിതമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അവൻ അതിൻ്റെ പേരിൽ ക്ഷമിക്കും. രണ്ടും അവൻ്റെ ഖൈറായി ഭവിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ക്ഷമ എന്നത് നമുക്ക് കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല, ആ ക്ഷമയും നമസ്കാരവുമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള മാനദണ്ഡമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന് കൂടുതൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നമസ്കാരം പോലുള്ള ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയും അവൻ്റെ ഇഷ്ടവും സമ്പാദിക്കുന്ന യഥാർത്ഥ ഇബാദകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. سيقول السفهاء